ഒരു അധിഷ്ഠാനം. സത്യത്തിൽ പലതും ടഫാകുന്നതിന് കാരണം അവരുടെ മൈൻഡിനെ ഈസി ആക്കാൻ അവർക്ക് അപ്പൊ ഒരു ട്രെയിൻഡ് മൈൻഡാണ് പലരും. അപ്പൊ അൺട്രെയിൻഡ് മൈൻഡ് അധിഷ്ഠാനമാകുന്നത് കൊണ്ടാണ് ബാക്കിയെല്ലാം നമുക്ക് പ്രശ്നമായി തീരുന്നത്. ഒരു ട്രെയിൻഡ് മൈൻഡായിട്ട്, ട്രെയിൻഡ് മൈൻഡ് മീൻസ് വാട്ട്? തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്കും ഇവോൾവ് ചെയ്തൊരു മൈൻഡ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആകുമായിരുന്നു. അങ്ങനെ സ്ട്രോങ് ഫൗണ്ടേഷൻ ആയിരുന്നെങ്കിൽ ജീവിതം കുറച്ചുകൂടി ഈസി ആയിരുന്നു. അപ്പൊ നമ്മുടെ അടുത്തത് കർത്ത എന്ന് പറഞ്ഞാൽ ഡുവർ ആയി. ഈ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലെങ്കിൽ കർത്ത ഡിസ്റ്റർബ്ഡ് ആയി. അപ്പൊ ഞാൻ ബ്ലെയിം ചെയ്യും. ഇഫ് ഐ ഡോണ്ട് നോ ഹൗ ടു ഡു മൈ വർക്ക്, ഞാൻ എല്ലാവരെയും ബ്ലെയിം ചെയ്യും, ഞാൻ വർക്കിനെ ബ്ലെയിം ചെയ്യും. പണ്ടുള്ളവർ പറയാറില്ലേ, ഒരു സ്കിൽഡ് അല്ലാത്ത ഒരാള് അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ അറിയാത്ത ഒരാൾ എപ്പോഴും ഇൻസ്ട്രുമെന്റിനെ ബ്ലെയിം ചെയ്യും എന്ന് പറഞ്ഞാൽ പോലെ നമ്മൾ എല്ലാത്തിനെയും കുറ്റപ്പെടുത്തും. ആ കുറ്റപ്പെടുത്തുന്നതിന് കാരണം എനിക്ക് അതിനെ മാനേജ് ചെയ്യാനുള്ള ഫൗണ്ടേഷൻ ശരിയില്ല. അപ്പൊ ഫൗണ്ടേഷൻ തെറ്റിക്കഴിഞ്ഞാൽ കർത്താവ് തെറ്റി. കർത്താവ് എന്ന് പറഞ്ഞാൽ മറ്റു മതങ്ങളുടെ കർത്താവല്ല. മനസ്സിലായില്ലേ? ഇതേത് കർത്താവ്? ഉള്ളിലുള്ള ഡൂവർ. ഇനി മൂന്നാമത്തെ തരം കരണം. അപ്പൊ നമ്മുടെ കരണം എന്ന് പറഞ്ഞാൽ സെൻസ് ഓർഗൻസ്, അത് മുഴുവൻ ഡിസ്റ്റർബ്ഡായി. അപ്പൊ നമുക്ക് ഫൗണ്ടേഷൻ തെറ്റിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഡിസ്റ്റർബ്ഡായി. പിന്നെ അത് കഴിഞ്ഞാൽ ചേഷ്ട ഡിസ്റ്റർബ്ഡായി. ചേഷ്ട എന്ന് പറഞ്ഞാൽ ഒരാളുടെ ചേഷ്ടകൾ. റിലാക്സഡ് ആണെങ്കിൽ അയാളെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. റിലാക്സഡ് അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ തന്നെ അവരുടെ ടെൻഷൻ നമുക്ക് കാണാൻ പറ്റും, ഫിയർ നമുക്ക് കാണാൻ പറ്റും, അല്ലെ? അപ്പൊ ഇങ്ങനെ നമ്മുടെ ശരീരവും മനസ്സും എല്ലാം പരസ്പരം കണക്റ്റഡാണ്. അധിഷ്ഠാനം തെറ്റിയാൽ എല്ലാം തെറ്റും. അപ്പൊ അധിഷ്ഠാനം ഓക്കെ അല്ലെങ്കിൽ ബാക്കിയെല്ലാം കരണങ്ങളും എല്ലാം, അതുപോലെ നമ്മുടെ എക്സ്പ്രഷൻസും എല്ലാം ഡിസ്റ്റർബ്ഡ് ആണ്. ഈവൻ ദൈവവും ഓപ്പോസിറ്റ് ആവും. ദൈവം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടുന്ന ഒരു ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ചില ഗൈഡൻസ്, ആ ചില സമയത്ത് കിട്ടുന്ന ചില സ്പാർക്കുകൾ അതൊന്നും കാണാൻ പറ്റാതെ. അപ്പൊ അധിഷ്ഠാനം ശരിയാണോ ബാക്കിയെല്ലാം ശരിയാണ്. ഒരു കർമ്മം ചെയ്യുന്നതിൽ 5 കാര്യങ്ങളുണ്ട്. അധിഷ്ഠാനം, കർത്ത, കരണം, ചേഷ്ട, ദൈവം. നിങ്ങൾ ബാക്കിയുള്ളൊക്കെ കിട്ടുള്ളൂ. പ്രൊഡക്റ്റ് എന്നൊക്കെ ഉള്ളത് കിട്ടുള്ളൂ. ഏതൊക്കെയാണ്? അധിഷ്ഠാനം, കർത്ത, കരണം, ചേഷ്ട, ദൈവം. അപ്പൊ അധിഷ്ഠാനം ശരിയാണോ ബാക്കിയെല്ലാം ഓക്കെയാണ്. അധിഷ്ഠാനം ശരിയല്ലെങ്കിൽ അടിതെറ്റിയാൽ ആനയും വീഴും എന്ന് പറഞ്ഞ പോലെ ബേസ് തെറ്റിപ്പോയോ എല്ലാം പോയി. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഇതിനെയാണ്, ആ അധിഷ്ഠാനത്തെ. അത് ക്ലിയർ ആയാൽ ബാക്കിയെല്ലാം ഈസി ടേക്ക് ഓഫ് ആണ്. എന്നിട്ട് പറഞ്ഞു ശരീരവാക്മനോബിര്യത് കർമ്മ പ്രാരഭതേ നരാം ന്യായം വാ വിപരീതം വാ പഞ്ചൈതേ തസ്യ ഹേതവാം. ശരീര വാക് മനോബിർ. ശരീരം, വാക്ക്, മനസ്സ്. അപ്പൊ നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഇത് എസെൻഷ്യലാണ്. ഏതൊക്കെ? ശരീരം, വാക്കും, മനസ്സും. ഇത് മൂന്നും പരസ്പരം ഇന്റഗ്രേറ്റഡ് ആണ്. ഏത് മൂന്നും? ശരീരവും വാക്കും മനസ്സും. ഈ പഞ്ചൈതം എന്ന് പറഞ്ഞതിൽ ഇതെല്ലാം പെട്ടു. ശരീരം, വാക്ക്, മനസ്സ്. അപ്പൊ ഈ ശരീര വാക് മനോബി എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ, ഏത് കർമ്മ പ്രാരബ്ധതേ, ഏതൊക്കെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ. അപ്പൊ ഇവിടെ യുദ്ധക്കളം മാത്രമല്ല, വീട്ടിലുള്ള സകല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതെല്ലാം ന്യായം വാ വിപരീതം വാ. ന്യായമായതാവട്ടെ, വിപരീതം. അതായത് ഇവിടെ കൃഷ്ണൻ അർജുനോട് പറയുന്നത്, ഒരു പക്ഷേ അർജുനൻ യുദ്ധക്കളത്തിൽ ന്യായമായതല്ല ചെയ്യുന്നതെന്ന് തോന്നിയാൽ പോലും, അതായത് അവനവന്റെ കർത്തവ്യങ്ങൾ ഒരു പക്ഷേ അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ പോലും, ഇപ്പൊ എന്റെ ഇഷ്ടമല്ല എനിക്ക് ചിലത് പഠിക്കുന്നത് എന്നാൽ പോലും, എന്റെ വിപരീതമായ ഇഷ്ടത്തിനാണെങ്കിൽ പോലും, എങ്കിൽ പോലും അർജുന പഞ്ചേതേ തസ്യ ഹേതവ.
അപ്പൊ ഏത് കർമ്മം ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കൃഷ്ണൻ പറയുന്നത് നമ്മൾ ഏത് വർക്ക് ചെയ്യുന്നു എന്നുള്ളതല്ല. വർക്കിനെ അല്ല നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ഇന്റേണൽ ആയിട്ടുള്ള സിസ്റ്റം ശരിയായാൽ വർക്കും ശരിയായി. മനസ്സിലാവുണ്ടല്ലോ? ആ ഇന്റേണൽ സിസ്റ്റം എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മുടെ കുട്ടികളിൽ ഈ കാര്യം വളരെയധികം കൊണ്ടുവരേണ്ടതുണ്ട്. ഈ ഇന്റേണൽ സിസ്റ്റം കറക്റ്റ് ആക്കാതെ, ഇപ്പൊ ഒരു കുട്ടിക്ക് മാത്സ് വളരെ ടഫാണ്. ആ മാത്സ് ടഫ് ആയതിന് കാരണം ആ കുട്ടിക്ക് മാത്സ് മനസ്സിലാവാത്തൊരു കുട്ടിയുടെ മൈൻഡ് വളരെ റെസ്റ്റ്ലെസ് ആയിരിക്കും ആ സബ്ജക്ട്. അപ്പൊ ആ കുട്ടിയുടെ മൈൻഡിനെ ഒന്ന് ശരിയാക്കാതെ മാത്സിന്റെ ട്യൂഷൻ മാത്രം കൊടുത്തതുകൊണ്ട് ഒരു പക്ഷേ ആ കുട്ടിക്ക് ഇത് മുഴുവൻ അബ്സോർബ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇപ്പൊ ഒരാളുടെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിൽ മൈൻഡിനെ ട്രാൻസ്ഫോം ചെയ്താൽ ബാക്കിയുള്ളതെല്ലാം കുറച്ചുകൂടി ഈസി ആയിട്ട് മാറും. മൈൻഡിനെ ട്രാൻസ്ഫോം ചെയ്യാതെ നമ്മൾ എന്ത് ഡെവലപ്പ് ചെയ്താൽ, നിങ്ങൾ നോക്കൂ, അതായിരിക്കാം ഈ IIT പോലുള്ള സ്ഥാപനങ്ങളിൽ ചെറുപ്പക്കാർ ആത്മഹത്യ ചെയ്തത്. ആ IIT വരെ എത്തണമെങ്കിൽ ആ കുട്ടി JEE എക്സാമിനേഷൻ എഴുതി അതിന്റെ ടോപ്പിലെത്തി എത്ര കഷ്ടപ്പെട്ടായിരിക്കുന്നത്. അപ്പൊ അവിടെ എത്തിയത് ആത്മഹത്യയിലേക്ക്. കാരണം അവിടെ എന്തോ ഒരു സിസ്റ്റത്തിനെ ആൾക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ എന്താ ഉണ്ടായത്? കുറെ ട്യൂഷനും ക്ലാസ്സുകളും കൊടുത്ത് കുറെ ഇൻഫർമേഷൻ ഉള്ളിൽ നിറച്ചു എന്നല്ലാതെ ആളുടെ പേഴ്സണാലിറ്റിയിൽ ഒരു പ്രശ്നത്തെ ഫേസ് ചെയ്യാനുള്ള ക്വാളിറ്റി ഓഫ് മൈൻഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യും. അപ്പൊ ആ ക്വാളിറ്റി ഓഫ് മൈൻഡ് ഡെവലപ്പ് ചെയ്യാതെ എന്തൊരാളിൽ ഇമ്പോസ് ചെയ്ത് ഇത്രയും നമ്മൾ കൊടുത്താലും, എന്തൊക്കെ നിങ്ങൾ സ്പൂൺ ഫീഡിങ് ചെയ്താലും അതിലൊന്നും ഒരു ലോങ് ലൈഫ് ഒരിക്കലും ഉണ്ടാകില്ല. ഇത് സത്യമല്ലത്. ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യേണ്ടതല്ലേ? വേണോ? കാര്യം ഈ 2022-ലും 2023-ലും ഹൈ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ ഇപ്പോഴും സൂയിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മൾ ഈ ഗീത പഠിക്കുന്നവർ വേണം സൊസൈറ്റിയിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ. കാരണം ധാരാളം ഡോക്ടേഴ്സ്, ഞാൻ ഇവിടെ ഒരു പ്രോഗ്രാം നടത്തുകയാണ് ആലപ്പുഴ ഭാഗത്ത്. അപ്പൊ അവിടെ ആലപ്പുഴ ഭാഗത്ത് സപ്താഹ പ്രോഗ്രാം നടത്തുന്നതിൻ്റെ ഇടയിലാണ് അവിടെ ഒരു ഡോക്ടർ സൂയിസൈഡ് ചെയ്തു. ഒരു നല്ല സർജറി, അയാളൊരു സർജറി ചെയ്തു, ഫെയിലിയർ ആയിട്ട്. ആ ഫെയിലിയർ ആയപ്പം ആളുകളൊക്കെ കൂടെ ഇയാളുടെ ക്ലിനിക്ക് തകർക്കും എന്നുള്ള പേടി കൊണ്ട്, ഇയാളെ എംബ്രാസ് ചെയ്യുന്നുള്ള പേടി കൊണ്ട് ആ മനുഷ്യൻ സൂയിസൈഡ് ചെയ്തു. എന്നാൽ നല്ല അക്കംപ്ലിഷ്ഡ് ഡോക്ടറാണ്. അപ്പൊ ആലോചിക്കുക, എത്ര വർഷം മെഡിസിൻ പഠിക്കണോ, MD പഠിക്കണോ, പിന്നെ സർജറിക്ക് വേണ്ടി എത്ര കാലം സ്പെൻഡ് ചെയ്തു, പിന്നെ അയാളുടെ അതിനേക്കാൾ ഉപരി അയാളുടെ ഒരു വർക്ക് എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ ചെറിയൊരു പ്രശ്നത്തെ അയാൾക്ക് കമോൺ ഫേസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ലൈഫിൽ എല്ലാവർക്കും ഉണ്ടാവും ചില സെറ്റ് ബാക്സ്. ഇത്തരം പ്രശ്നങ്ങൾ നാളെ ഇപ്പൊ നമുക്കൊരു ഹെൽത്ത് ഇഷ്യൂ വന്നാൽ പോലും ആ ഹെൽത്ത് ഇഷ്യൂവിൽ പോലും നമ്മളൊരു സ്മൈലിംഗ് ഫേസോട് കൂടിയിട്ട് അതിനെ ഫേസ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ ആ ഒരു പ്രോബ്ലം അല്ല നമ്മുടെ മുന്നിൽ വലുതാവേണ്ടത്, ഞാൻ അതിനെ ഹൗ ഐ ആം ഫേസിങ്. ഇപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളാണ്, നമ്മുടെ മുന്നിലുള്ള എക്സ്പീരിയൻസും അതിനെ ഫേസ് ചെയ്യുന്നൊരു മനസ്സും. അപ്പൊ അത് നമ്മൾ അടിസ്ഥാനമായി പഠിക്കേണ്ടത്. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, വേർ ഈസ് ദിസ് ലൈഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ നമ്മൾ പറഞ്ഞുതരും, 9ാമത്തെ അധ്യായത്തിൽ പറഞ്ഞുതരും, എവറിത്തിങ് ഈസ് ഇൻ ദ മൈൻഡ്. നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്നത് ത്രൂ ദി മൈൻഡ്. ആ ഒരു ശ്ലോകമുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഓർക്കേണ്ടതാണ്. അഹം ന തേഷു തേഷു അഹം. ഞാൻ അതിലല്ല, അതെല്ലാം എന്നിലാണ്. എല്ലാം എന്നിലാണെന്ന് പറഞ്ഞാൽ ഒരു സിനിമ കാണുന്നത് പോലെ ഒരു സ്ക്രീനിലാണ് എവറിതിങ്, എവറി പാർട്ട് ഓഫ് ദ പിക്ചർ ഈസ് കമ്മിങ്, അല്ലേ? എല്ലാം സ്ക്രീനിലാണ്. വിത്തൗട്ട് സ്ക്രീൻ വി കാൻ തിങ്ക് അബൌട്ട് ദ മൂവി. പക്ഷെ ദ മൊമെന്റ് ദ മൂവി സ്റ്റാർട്ട്സ് നമ്മൾ സ്ക്രീൻ മാത്രം കാണുന്നില്ല. ബിക്കോസ് ആ സ്ക്രീൻ ഡിസപ്പിയർ ചെയ്യും, നമ്മൾ ആ മൂവിയിലേക്ക് നമ്മൾ ഇൻവോൾവ് ചെയ്യും. ഇതുപോലെ ഒരു മൂവിയാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നത്. എക്സ്പീരിയൻസും മൈൻഡും ചേർന്ന് കഴിഞ്ഞാൽ മൈൻഡ് ഡിസപ്പിയർ ചെയ്യും. പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? ആ ഒരു എക്സ്പീരിയൻസ് അത് വളരെ ഫിയർഫുൾ അല്ലെങ്കിൽ നമുക്ക് വളരെ സ്കെയറിങ് അല്ലെങ്കിൽ പെയിൻഫുൾ എക്സ്പീരിയൻസ് ആണെങ്കിൽ നമ്മളെല്ലാം സഫർ ചെയ്യുകയാണ്. കാരണം നമ്മൾ ആ സ്ക്രീൻ മറന്നു, സ്ക്രീൻ വിട്ടുപോയി. ഇപ്പൊ നമ്മൾ ആ വളരെ ആ എക്സ്പീരിയൻസിലേക്ക് വളരെ ഇൻവോൾവ് ചെയ്തു, നമ്മളതിൽ ഗ്രൗണ്ടായി. നമുക്കതൊന്നും അങ്ങോട്ട് പുറത്ത് കിടക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്നാൽ ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് സ്ക്രീൻ ആൻഡ് എക്സ്പീരിയൻസ്
അപ്പൊ നമ്മൾ സ്ക്രീനെ വിടരുത്. സ്ക്രീൻ അങ്ങനെ ബോട്ടൊക്കെ പിടിക്കണം. ആ സ്ക്രീനിലാണ് ഇതെല്ലാം വരുന്നത് എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. ഒരു എക്സ്പീരിയൻസ് വരുമ്പോൾ ആ സ്ക്രീൻ ഒരിക്കലും എക്സ്പീരിയൻസിന്റെ അകത്തേക്ക് ഡിസപ്പിയർ ചെയ്യാൻ പാടില്ല. അപ്പൊ സ്ക്രീൻ ആൻഡ് എക്സ്പീരിയൻസ്, ആ സ്ക്രീനിനെ നമുക്ക് ബോൾഡായിട്ട് പിടിച്ചു വെക്കാൻ പറ്റിയ, മനസ്സിലൂടെ ഞാൻ പറഞ്ഞു, ആ മൈൻഡിനെ നമുക്ക് ഫോക്കസ് ചെയ്ത് പിടിച്ചു വെക്കാൻ പറ്റിയ, അപ്പൊ ആ മൈൻഡിനെ ഫോക്കസ് ചെയ്ത് പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നിരന്തരം ആ മൈൻഡിലേക്ക് നിരന്തരം കോൺസെൻട്രേറ്റ് ചെയ്താലേ നമുക്കത് പിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് കൈവിട്ടു പോയി. ഒരു എക്സ്പീരിയൻസ് വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് മൈൻഡ് വിട്ടുപോകുന്നതിന് കാരണം, നിങ്ങൾ നോക്കൂ, അറ്റൻഷൻ എങ്ങോട്ടാ പോകുന്നത്? ആ എക്സ്പീരിയൻസിലേക്കാ പോകുന്നത്. അറ്റൻഷൻ എവിടെയാ വരേണ്ടത്? മൈൻഡിൽ എക്സ്പീരിയൻസിലേക്ക് പോവാതെ മൈൻഡിലേക്ക് ഫോക്കസ് ചെയ്യണം. അപ്പൊ മൈൻഡിലേക്ക് ഫോക്കസ് ചെയ്യാതെ പുറത്തേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടും. അപ്പൊ ഇതെങ്ങനെ നിലനിർത്താൻ പറ്റും? എങ്ങനെ നമ്മുടെ മൈൻഡിലേക്ക് നമ്മുടെ ഫോക്കസ് പിടിച്ചു നിർത്താൻ പറ്റും? അതുകൊണ്ട് കൃഷ്ണൻ പറയുന്നു, ശരീര വാക് മന, ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും എന്ത് ചെയ്യുമ്പോഴും അർജുന അധിഷ്ഠാനം മറക്കരുത്, ഫൗണ്ടേഷൻ ഒരിക്കലും മറക്കരുത്. ആ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന മൈൻഡിലാണ് നിന്റെ സകല ചിന്തകളും നിന്റെ സകല ഇമാജിനേഷനും എല്ലാം വരുന്നത്. ഇതെന്തൊരു അർത്ഥവത്തായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ആ 9-ാം അധ്യായത്തിലെ ശ്ലോകം എടുക്കുക. ഇതൊരു നമുക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചില ശ്ലോകങ്ങളാണ്. നാളെ എന്ത് തന്നെ വന്നാലും ഒരു അൺഡിസ്റ്റർബ്ഡ് മൈൻഡ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഇനിയിപ്പോ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയാൽ പോലും പെട്ടെന്ന് നമുക്ക് പുറത്ത് കടക്കാൻ ഈ തരം ശ്ലോകങ്ങൾ നമ്മൾ വളരെ ഹെൽപ്പ് ചെയ്യും. എനിക്ക് തോന്നുന്നു 9-ാം അധ്യായത്തില് 4-മത്തെ ശ്ലോകമായിരിക്കണം കൃഷ്ണൻ നമുക്ക് മനോഹരമായി പറഞ്ഞു തന്നിരിക്കുന്ന ശ്ലോകങ്ങളാണ്. മയാ തതമിദം സർവം ജഗദവ്യക്തമൂർത്തിനാ മസ്താനി സർവഭൂതാനി നചാഹം കേശവസ്ഥിതാ. മസ്താനി സർവഭൂതാനി, മസ്താനി സർവവും, മസ്താനി മത് എന്നിൽ, സ്ഥാനി സ്ഥാനം, എന്നിൽ സ്ഥിതി, എല്ലാം എന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. എനിക്ക് എന്ത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിലും അതെവിടെ വരണം? എന്നിൽ വരണം. അഹം തേഷു എന്ന അവസ്ഥിത, ഞാൻ അതിലല്ല ഇരിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ സത്യത്തിൽ നമുക്ക് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും പുറത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ ഒരു പക്ഷി ഡ്രോപ്പ് ചെയ്തു, നിങ്ങൾ ആ പക്ഷിയെ നോക്കൂ, നിങ്ങളുടെ ശരീരത്തിൽ വീണത് നോക്കൂ, ഏത് പക്ഷിയാണ്, അതാണ് ഇതാണ്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ നമുക്കില്ല. ആരും നോക്കാറില്ല. എവിടേക്കാണ് നോക്കുന്നത്? നമ്മുടെ ശരീരം വൃത്തിയാക്കാനാണ്. ഇനിയിപ്പോ എവിടെയെങ്കിലും നമ്മൾ ഇരുന്നു, അത് വളരെ ഡേർട്ടി ആയിട്ടുള്ള സ്ഥലമായി, നമ്മുടെ ഡ്രസ്സിലൊക്കെ അവിടുത്തെ അഴുക്ക് പിടിച്ചു, നമ്മൾ ഇത് എന്ന് മുതൽ അഴുക്ക് വന്നു, അഴുക്ക് കൊണ്ടുപോയിട്ടു, ആരെങ്കിലും ശ്രദ്ധിക്കുകയോ? നമ്മുടെ ശ്രദ്ധ മുഴുവൻ എന്താണ്? പറയൂ. ഈ ശരീരത്തിൽ തട്ടിയെന്ന് വന്നത് തട്ടി മാറ്റുക എന്നുള്ളതാണ്. ആണോ അല്ലയോ? പക്ഷെ മനസ്സിലൊരു വിഷമം വന്നാൽ ആ സമയത്ത് മനസ്സിലുള്ള തട്ടാൻ നോക്കുമോ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നോക്കൂ, അവിടെ നമ്മൾ മനസ്സിലേക്കല്ല നോക്കുക. അവിടെ നമ്മൾ ആരാ നമുക്കൊരു വിഷമം തന്നത്, അവരെ കുറിച്ച് കുറ്റവും കുറവൊക്കെ കണ്ട് അവരെ ബ്ലെയിം ചെയ്ത് ആണോ അവരോട് അപ്പൊ നമുക്ക് ഇതേ ബോധം വരട്ടെ. ഏത്? ഒരു പക്ഷി ഡ്രോപ്പ് ചെയ്തു, ഞാൻ അത് പക്ഷിയെ അന്വേഷിച്ചില്ല, ഞാൻ ക്ലീൻ ചെയ്തു. അതുപോലെ തന്നെ ഞാൻ ഇരിക്കുന്ന സ്ഥലം വൃത്തികേടായ ഇരിക്കുന്ന സ്ഥലം വൃത്തികേടാക്കിയതെന്ന് ഞാൻ ചോദിക്കില്ല. ഞാൻ എന്റെ ശരീരം വൃത്തിയാക്കി ഞാൻ പോകുന്ന പോലെ എവിടെ വൃത്തിയാക്കണം? ആ ബോധം നമുക്ക് വരുമോ? നമ്മളെന്താ ഉറങ്ങാണോ? ആ ബോധം നമുക്ക് വരുമോ? വരില്ല. എന്തുകൊണ്ടാണ് വരാത്തത്? മറ്റു കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ്? എവിടേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ ഒരു എക്സ്പീരിയൻസ് വരുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മൈൻഡിലേക്കല്ല. അതാണ് വ്യത്യാസം.
അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഫോക്കസ് ചെയ്യുന്ന പോലെ നമ്മുടെ മൈൻഡിലേക്ക് ഫോക്കസ് ചെയ്യാൻ പഠിച്ചിരുന്നെങ്കിൽ നമുക്കൊരു പക്ഷെ പെട്ടെന്ന് ഇതെല്ലാം ഡ്രോപ്പ് ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കുന്നു. അപ്പൊ നമുക്ക് ശരീരത്തിൽ വരുന്ന ഡേർട്ടി തിങ്സ് നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ട്, മനസ്സിൽ വരുന്ന ഡിസ്റ്റർബിങ് തോട്ട്സിനെ നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ചില ഈ അടിസ്ഥാനം എപ്പോഴും ഫേം ആക്കി വെക്കണം. അടിസ്ഥാനം വിട്ടുകൊണ്ടുള്ള ഒരു കളി ഉണ്ടാകരുത്. എന്നിട്ട് അടുത്ത ശ്ലോകത്തിൽ തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തുയഃ പശ്യത് അകൃതബുദ്ധിത്വാൽ ന സ പശ്യതി ദുർമതി. തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തുയഃ പശ്യത്യകൃതബുദ്ധിത്വാത് ന സ പശ്യതി ദുർമതി. തത്രയേവം സതി കർത്താരം. ആരാണോ ഈ 5 കാര്യങ്ങൾ ചേർന്നുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയാണ് നമ്മുടെ ജീവിതം. ഈവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാണല്ലോ, ഈ ശരീരം തന്നെ ഒരു ഗുരുവാണ്. നമ്മുടെ ശരീരം തന്നെ ഒരു ഗുരുവാണ്. ഇപ്പൊ ശരീരത്തിന് ആവശ്യമില്ലാത്തത് ശരീരം തന്നെ ഡ്രോപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ എടുക്കുന്ന വായു അന്തരീക്ഷത്തിൽ കേവലം ഓക്സിജൻ അല്ലാന്ന് എല്ലാവർക്കും അറിയാം. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, എല്ലാം. പക്ഷെ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ, നമ്മൾ അബ്സോർബ് ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഒരു പോയിന്റില് ആവശ്യമുള്ളത് എടുത്തും ആവശ്യമില്ലാത്തത് കമോൺ റിജക്ട് ചെയ്യാനും നമ്മുടെ സിസ്റ്റത്തിന് സാധിക്കുന്നുണ്ട്. ഉണ്ടാവും കമോൺ. അത് നമ്മൾ ആരും ട്രെയിനിങ് കൊടുത്തിട്ടല്ല ചെയ്യുന്നത്. അതെങ്ങാനും നമ്മളെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ആ പണി തീരുമായിരുന്നു. ദൈവം എന്തോ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിച്ചില്ല. നമ്മൾ തന്നെ ശ്വസിച്ച് ഓക്സിജൻ ശരിയാക്കി കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യണം എന്നുള്ളത് വന്നിരുന്നെങ്കിൽ മിക്കവാറും ഇവിടെ ഒരുത്തനും ഉണ്ടാവില്ല. അത് ആ സിസ്റ്റം ഇൻ ഡിഫോൾട്ട് നടക്കുന്നത് കൊണ്ട് നമ്മൾ അറിയാതെ ശ്വാസം അകത്തേക്ക് പോകുന്നു, പുറത്തേക്ക്. അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. സത്യത്തിൽ കുട്ടികൾക്ക് ഓക്സിജൻ ആണ് ശ്വസിക്കുന്നത് എല്ലാവർക്കും അറിയാമെങ്കിലും ഈ സിസ്റ്റം, അതായത് നമ്മൾ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ളത് എടുത്തും ആവശ്യമില്ലാത്തത് റിജക്ട് ചെയ്യും. ഇനി നോക്കൂ, നമ്മൾ ഡെയിലി ടോയ്ലറ്റിൽ പോകുന്നു. എല്ലാവർക്കും അറിയാം ടോയ്ലറ്റിൽ പോകുന്നത് നമ്മൾ കഴിച്ച ആഹാരം തന്നെയാണ്. ശരീരത്തിന് വേണ്ടുന്ന പ്രോട്ടീൻസും മിനറൽസും ഒക്കെ അത് അബ്സോർബ് ചെയ്തിട്ട് അതിനാവശ്യമില്ലാത്ത സാധനങ്ങളാണ് പുറത്തേക്ക് തള്ളുന്നത്. ആണോ? നമ്മളിപ്പം യൂറിനായിട്ട് പുറത്തേക്ക് കളയുന്നത് മുഴുവൻ നമ്മുടെ ബ്ലഡൊക്കെ തന്നെയാണ്. ആണോ? അത് ആവശ്യമില്ലാത്തത് കിഡ്നി ഫിൽറ്റർ ചെയ്തിട്ട് ബാക്കിയുള്ളത് പുറത്തേക്ക് കളയാണ്. അപ്പൊ നമ്മുടെ സിസ്റ്റത്തിന് തന്നെ ആവശ്യമുള്ളത് എടുക്കാനും ആവശ്യമില്ലാത്തത് റിജക്റ്റ് ചെയ്യാനും സാധിക്കുന്നതിന് കാരണം ആ സിസ്റ്റത്തിൽ ആ ഒരു സ്കിൽ അതിലുണ്ട്. അത് അതിൻ്റെ ആ സ്കിൽ നിരന്തരം ചെയ്തുകൊണ്ട് എന്തു വരുന്നു എന്നുള്ളതല്ല അത് നോക്കുന്നത്. എന്തു വരുന്നു എന്നുള്ളതല്ല നോക്കുന്നത്. അതിന്റെ ജോലി എന്താണ്? ആവശ്യമുള്ളത് എടുക്കുക, കമോൺ. ആവശ്യമില്ലാത്തത് റിജക്റ്റ് ചെയ്യുക. ഇത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നില്ലേ? കമോൺ. ഒരു പക്ഷേ നമ്മുടെ കിഡ്നി അതിന്റെ ഫങ്ഷൻ നോക്കുന്നതിന് പകരം ഈ വരുന്ന സാധനത്തിലുള്ള കെമിക്കലും അത് നോക്കിയിരുന്നാലോ? ഈ വരുന്ന സാധനത്തെ നോക്കിയിരുന്നത് ഇത് പറ്റില്ല, എന്നെ കൊണ്ട് ഞാനിത് ഫിൽറ്റർ ചെയ്യുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പം ബാംഗ്ലൂരിൽ താമസിക്കുന്ന നിങ്ങളുടെ ലങ്സ് പറയാം, അയ്യോ ഇവിടുത്തെ ഈ ഫോറിൻ എയർ ഐ കാൺ ടോളറേറ്റ്, ഞാൻ ഇന്ന് മുതൽ എടുക്കില്ല, ഇത്രയൊന്നും എനിക്ക് ഇവിടെ ശരിയാക്കി എടുക്കാൻ പറ്റില്ല, പ്യൂരിഫൈ ചെയ്യാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചിരുന്നെങ്കിലോ? ഇവിടെ എങ്ങനെ നിങ്ങളുടെ എയർ ഉണ്ടെന്നോ, അത് പൊല്യൂട്ടഡ് ആണെന്നോ, കാർബൺ കൂടുതലാണെന്നോ, ഇതൊന്നും പാവം ലങ്സ് നോക്കുന്നുണ്ടോ? അത് അതിന്റെ വർക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യും. ആണോ? കിഡ്നി അതിന്റെ വർക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യും. ഇതുപോലെ നമ്മുടെ മൈൻഡ് സിസ്റ്റമാറ്റിക്കായിട്ട് പണി ചെയ്തിരുന്നെങ്കിലോ? ആവശ്യമില്ലാത്തതിനെ കമാൺ
റിജക്ട് ചെയ്ത് ആവശ്യമുള്ളതിനെ എടുത്തിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം ഈ ഗീത കേൾക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. ഞാനും നിങ്ങളിവിടെ വന്ന് കുത്തിരിക്കുന്ന ഒരു കാര്യമില്ല. അപ്പൊ നമ്മുടെ മൈൻഡിന് അറിയില്ല എന്തെടുക്കണം എന്തെടുക്കണം. അത് നേരെ വിപരീതമായിപ്പോയി. എടുക്കേണ്ടതൊക്കെ അത് തള്ളി, എടുക്കാൻ പാടില്ലാത്തതൊക്കെ അത് എടുത്തു. അപ്പൊ നോക്കൂ, നിങ്ങൾ ഗീത ഇവിടെ വൈകുന്നേരം നിങ്ങൾ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ഇരുന്ന് കേട്ടു. അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ട്രാഫിക്കിൽ പോകുന്നു, ട്രാഫിക്കിൽ പെടുന്നു, അല്ലെങ്കിൽ വല്ല സ്കൂട്ടുകാരും നിങ്ങൾ വന്ന് തട്ടി, നിങ്ങൾ ആ ഗീതയിൽ കേട്ട എടുത്ത് കളയണം, പിന്നെ അവനെ ശരിയാക്കണം, മറ്റേ ചിന്തയുള്ളൂ. കാരണം നമ്മുടെ മനസ്സ് മുഴുവൻ ഡിസ്റ്റർബ്ഡായി. അപ്പൊ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ മൈൻഡ് നമ്മളെ വിട്ട് അത് വേറൊരു എക്സ്പീരിയൻസിലേക്ക് പോയതിന് കാരണം ചെറുപ്പത്തിലെ നമ്മൾ അങ്ങനെ എക്സ്ട്രോവേർട്ടഡ് മാറ്റി. ഏതാക്കിയില്ല, അതിനെ ഇൻട്രോവേർട്ടഡ് ആക്കി, അതിനെ കുറച്ചുകൂടി പവർഫുൾ ആക്കി നമ്മൾ ട്രെയിൻ ചെയ്തിരുന്നു. എങ്കിൽ ഒരുപക്ഷെ അതിന് എളുപ്പത്തിൽ ഡ്രോപ്പ് ചെയ്യേണ്ടതിനെ ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരാൾക്ക് എവിടെയാണ് സ്ട്രെസ് ഉണ്ടാവുക? എങ്ങനെയാണ് അവർക്ക് ഒരു BP ഉണ്ടാവുക? ഈ BP സ്ട്രെസ് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? റിജക്ട് ചെയ്യാനുള്ളതിനെ സിസ്റ്റം റിജക്ട് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ട്രെയിനിങ് ചെറുപ്പത്തിൽ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ലൈഫ് എവിടെ എത്തുമല്ലോ. ഇത് നെക്സ്റ്റ് ജനറേഷന് കൊടുക്കണം, പറയൂ. അതാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ നമുക്ക് കാണിച്ചു തരുന്നത്. അർജുന, ഇവിടെ തത്ര ഏവം സതി കർത്താരം ആത്മാനം കേവലം തു. ഇത് ഓരോന്നും ചെയ്യുന്നുണ്ട്. അത് ഞാനാണ് ഇതൊക്കെ ചെയ്തത്, എനിക്കത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഈ ഞാൻ എന്നങ്ങോട്ട് വളരെ അങ്ങോട്ട് ഇമാജിനറി വലുതാക്കി കണ്ടിട്ട്, പ്രോബ്ലത്തിനെ വളരെ ഇമാജിനറി വലുതായി കണ്ട് മൈൻഡിനെ ഡീഗ്രേഡ് ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന അകൃതബുദ്ധി പറഞ്ഞാൽ തൻ്റെ മനസ്സിനെ വേണ്ട പോലെ കൃതം ചെയ്യാത്തവൻ, പരിശീലിപ്പിക്കാത്ത അകൃതബുദ്ധി. അങ്ങനെയുള്ളവർക്ക് നവശ്യതി ദുർമതി, നല്ലൊരു ജീവിതത്തെ അവർക്കൊരിക്കലും കാണാൻ പറ്റില്ല. ആർക്കാ നല്ല ജീവിതം കാണാൻ പറ്റാത്തത്? സ്വന്തം മനസ്സിനെ പരിശീലിപ്പിക്കാതെ എല്ലാറ്റിൻ്റെയും കുറ്റങ്ങൾ കണ്ട് ഞാൻ എന്നത് മാത്രം എപ്പോഴും ഫോക്കസ് ചെയ്ത്, എൻ്റെ മനസ്സ്, എനിക്ക് എൻ്റെ പ്രശ്നം, എൻ്റെ പ്രയാസം, എനിക്കത് പറ്റില്ല, ഞാനിങ്ങനെ എല്ലാം പ്രശ്നങ്ങളായി കണ്ട് ജീവിക്കുന്നവർക്ക് ഒരിക്കലും ജീവിതത്തിൽ നല്ലൊരു ജീവിതത്തെ കണ്ടെത്താൻ സാധിക്കില്ല. എന്താ കാരണം? അകൃത ബുദ്ധി. ആ വാക്ക് ശ്രദ്ധിക്കുന്നില്ല. കൃതം എന്ന് പറഞ്ഞാൽ ചെയ്യുക, കൃതം എന്ന് പറഞ്ഞാൽ പരിശുദ്ധീകരിക്കുക, കൃതം എന്ന് പറഞ്ഞാൽ ഒന്നിനെ നമ്മൾ റിഫൈൻ ചെയ്യുക. അപ്പൊ മനസ്സിനെ റിഫൈൻ ചെയ്യാത്തവര്, മനസ്സിനെ പരിശീലിപ്പിക്കാത്ത ഒരാളുകൾ കൃ എന്ന ധാതുവിന് കർമ്മം എന്നാണ്. അപ്പൊ ഇവിടെ മനസ്സിനെ പരിശീലിപ്പിക്കാത്ത ഒരാൾക്ക് ജീവിതം എന്നും പ്രയാസം തന്നെയാണ്. അങ്ങനെയുള്ള ദുർമതികൾക്ക് ജീവിതത്തെ ഒരിക്കലും ആസ്വദിക്കാൻ സാധ്യമല്ല. അപ്പൊ നമ്മൾ ജീവിതം ശരിക്കും ആസ്വദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കൂ, ആസ്വാദനം എന്ന വാക്ക് വളരെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു വാക്കാണ്. നമുക്കെല്ലാം എവരിതിങ് ഓക്കെ ആണെങ്കിൽ അതല്ല ആസ്വാദനം. കൃഷ്ണൻ പറയുന്ന ആസ്വാദനം എന്ന് പറയുന്നത് ഈവൻ തപസ്, യുദ്ധക്കളം പോലും, ആ കർമ്മം പോലും അർജുന നീ ആസ്വദിച്ചു. ഏറ്റവും പ്രയാസകരമായ ഒരു ജോലി പോലും ആസ്വദിച്ചു ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഡോക്ടർ, സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ വളരെ റിലാക്സ്ഡ് അല്ലെങ്കിൽ, നിങ്ങൾ നോക്കൂ, സർജറി ചെയ്യുന്ന ഒരാളുടെ അടുത്ത്, ഇപ്പൊ ഹസ്ബൻഡിന് ഹാർട്ട് സർജറി നടക്കുക, ഭാര്യ ആ റൂമിലേക്ക് വിട്ടാൽ എന്തായിരിക്കും? ആ ഭർത്താവിന്റെ പണി തീർന്നിട്ടുണ്ടാവും. എന്താ കാരണം? ഭർത്താവിന്റെ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യണം ഡോക്ടർ. ഭാര്യ അകത്ത് കയറ്റുമോ? കയറി കഴിഞ്ഞാൽ എന്താ കുഴപ്പം? ഒന്നും ഉണ്ടാവില്ലേ? ആ ഭർത്താവിന്റെ പണി തീർന്നിട്ടുണ്ടാവും. കാരണം ഡോക്ടറെ ഒന്ന് അങ്ങോട്ട് നോക്കൂ, ഒന്ന് നോക്കൂ ഡോക്ടറെ. അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും നേരം എനിക്ക് കെട്ടിയിട്ടുണ്ടാവും. ആണോ? ആകെ പരിഭ്രമം ഉണ്ടാക്കി, വെപ്രാളം ഉണ്ടാക്കി, അസ്വസ്ഥത ഉണ്ടാക്കി, അവരുടെ ഫോക്കസ് മുഴുവൻ. മിക്കവാറും ഈ ആക്സിഡന്റ് നടക്കുന്നതിന് എന്താ കാര്യം? ഭാര്യയും ഭർത്താവും പോയി എവിടെയെങ്കിലും തട്ടിയിട്ടുണ്ടാവും. കാരണം ഒരാൾ ഡ്രൈവ് ചെയ്യുമ്പോൾ മറ്റാൾ എന്തെങ്കിലും നോക്കും, അവിടെ നോക്കി ആൾ കൊണ്ടിടിച്ചിട്ടുണ്ടാവും.
ഒരു കൂൾ മൈൻഡ് അല്ല എങ്കിൽ കൂടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി അതട്ടിയില്ല, ഉറപ്പാണ്. കാരണം മനസ്സിനെ ഒന്ന് കൂൾ ഡൗൺ ചെയ്യാൻ പറ്റാത്തൊരു ഒരു ഒരു ലൈഫില് എന്തെങ്കിലും അബദ്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞത് എത്ര സത്യമാണ് ഭഗവാൻ. എല്ലാം ഞാൻ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ എനിക്ക് ഞാനെന്ന് പറയണമെങ്കിൽ എന്തെല്ലാം ഫങ്ഷൻ ഇതിൻ്റെ അകത്ത് നടക്കണം. രാവിലെ എണീറ്റിട്ട് നിങ്ങൾ നോക്കുക, ഞാൻ എണീക്കണം എന്നുണ്ടെങ്കിൽ ഞാനല്ല എണീറ്റത്. നിങ്ങൾ രാവിലെ എണീറ്റിട്ടുണ്ടോ? സ്വാമി ഞങ്ങളൊക്കെ ബാംഗ്ലൂരിലാണ്. ഇവിടെ എവിടെയാണ് ഹോസ്പിറ്റൽ എനിക്കറിയില്ല. കേരളത്തിൽ 2 സ്ഥലത്താണ്, നമുക്ക് കോഴിക്കോട് തിരുവനന്തപുരത്ത്. ഇവിടെ എവിടെയാണ് എനിക്കറിയില്ല. ഇവിടെ എവിടെയാണ്? ഇന്ദിരാനഗറിലോ? എവിടെയാണ്? എന്താണ് ഹോസ്പിറ്റലിന്റെ പേര്? നല്ല ഹോസ്പിറ്റലാണ്. ബോംബെയിലും അത് തന്നെയാണ്, അവിടെ തന്നെയാണ്. അപ്പോ നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് നമ്മളാണ് രാവിലെ എണീക്കുന്നത്. നിങ്ങളാണ് രാവിലെ എണീക്കുന്നത്? നിങ്ങൾ എത്ര പേര് രാവിലെ എണീക്കാറുണ്ട്? കൈകൊടുക്കും. രാവിലെ എത്ര പേര് എണീക്കാറുണ്ട്? നിങ്ങളാരും എണീക്കാറില്ല.